സഹായിക്കാനാണ്? ആരാ വഴി കിടക്കുന്നില്ലേ? അല്ല ഞാനേ സഹായിക്കാൻ ഇവിടെ എന്നോടൊക്കെ പിടിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കൊണ്ടാണല്ലോ സഹായിക്കാൻ. എന്നോടെല്ലാം പിടിച്ചു വളർത്തുന്നത് ആരെല്ലാം സഹായിക്കാൻ ഞാൻ അവരുടെ സഹായിക്ക് മക്കൾക്ക് നല്ലൊരു കൊടുക്കുക. നമ്മളുടെ നല്ല പ്രവൃത്തി അനുസരിച്ച് മക്കളുമല്ല അതിനുള്ള പ്രവൃത്തിയൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. ആ നല്ല പ്രവൃത്തിക്ക് അനുസരിച്ച് നല്ല നേരത്തെ മക്കൾ ചെയ്യുന്നത് നല്ല നേരത്തെ ചെയ്യുന്നത് നല്ല ജാതകമാണ്. അത് അതിനപ്പുറത്തൊന്നും വേണ്ട. ഈശ്വരനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെയൊക്കെ പാട്ട് നല്ല ജാതകമാണ്. മനസ്സിലായില്ലേ? ഞാന് എന്നെക്കാട്ടും നല്ല ജാതകമെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആറിൽ പഠിക്കുമ്പോഴേ ഇവിടെ തന്നെത്താനെ ഒരു പടം കണ്ടേച്ച് കളയിരിക്കുന്നു. ഒരേ ഒരു പടം കണ്ടേച്ച് കളയിരിക്കും. ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക് വരെ എന്റെ കൊച്ചിന്റെ കോപ്പി അടിച്ചിരുന്നു മലയാളം. അപ്പൊ പഠിക്കുന്നത് അതില്ല. കഴിവ് വേറെയും ചുമ്മാ കാണാൻ പഠിക്കുന്നതൊന്നും ആ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്നത് വേറെയും. മനസ്സിലായി? അതൊക്കെ നമുക്ക് അമ്മയെ മനസ്സിലായല്ലോ. വേഗം വരുന്നതൊക്കെ എല്ലാവർക്കും ഉണ്ട്. കൂടുതലൊന്നും ആരും കിട്ടാറില്ല. പിന്നെ അമ്മ എന്തിനാണ് ഈ ഓണാക്കി ഉമ്മാടെ കയ്യിലാകാൻ? പിന്നെ ഓഫാക്കണം. ഓഫാക്കി പിന്നെ ഒന്ന് ഓണാക്കണം. അതിന്റെ കാര്യം ഈ ഉമ്മയിൽ ഓണാക്കി ഉമ്മ വേണ്ട കാര്യമുണ്ട്. വേണ്ട സമയത്ത് ഓണാക്കുക, വേണ്ടാത്ത സമയത്ത് ഓഫാക്കുക. ഒരു കുറ്റപ്പോ ചെക്കിയ പോലെ. നമ്മള് ഹെൽപ്പ് ചെയ്യുക. പിന്നെ എന്തുവാ, പിന്നെ ഒറ്റയ്ക്ക് ജീവിക്ക്. വിളിക്കണ്ടാവുമ്പോ എന്നൊക്കെ ഭയങ്കര എല്ലാ കഥകളാ പറഞ്ഞോ. ഇങ്ങനെ എനിക്ക് മെസ്സേജ് വരുന്നത് നമുക്ക് അറിയാം. പല പല മെസ്സേജ് നമ്മുടെ ഇങ്ങനെ വരുന്നത് അതനുസരിച്ച് അറിയാം നമുക്ക് ഓരോരോ കാര്യങ്ങൾ. നമ്മുടെ വേറെ ആർക്കും ഇല്ലാത്ത പറഞ്ഞതാ. ഇല്ല ഒന്നുമില്ല, എന്നെ നോക്കിയിരിക്കല പണി. ഞാൻ എങ്ങോട്ട് പോന്നു? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞാൻ മന്ദിരത്തിൽ നടത്തിയപ്പോ ഇല്ല പെർഫ്യൂമിന്റെ മണവാ. അഴിഞ്ഞ പെർഫ്യൂമിന്റെ. അപ്പോഴേ എനിക്കറിയാം രോഗം ഇതാണ്. എല്ലാ രോഗങ്ങളും നമ്മളോട് ഈശ്വര നമ്മളിവരെ ഒന്നും ഇവരെവിടെ എന്തെടുക്കുന്നു എന്തോ എടുക്കുന്നു ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അവരവിടെ എല്ലാം നോക്കുന്നു. നമ്മളെ കഴിക്കാതിരിക്കുന്നേ. കണ്ടില്ല അവർ അരിഞ്ഞ പെർഫ്യൂമിന്റെ മണം എന്തായാലും കുറെ എന്തോ ഈ ഗൾഫിലെ 4 ക്ലാസ്സിൽ ഇരുന്ന് നല്ലതൊന്നും അല്ല. നല്ല പുതിയൊക്കെ അടിക്കടേ കാശുമുടക്കി അടിക്കടേ നല്ല കെട്ട മണം അടിക്കാറ്. കോഴിക്കോട് ഞാൻ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞേ അന്നെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ പെർഫ്യൂം അടിക്കുന്നത് ഇവന്മാര് പോയി കഴിക്കുന്ന വിഷവാതകത്തിന്റെ മണം എനിക്ക് മനസ്സിലാവാതിരിക്കാനാണ് എന്ന് നമുക്ക് ഇവന്മാർ ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവരിത് മനസ്സിലാക്കി എന്തോ ചെയ്യുന്നത്. പിന്നെ അവൻ ഫോൺ പിടിച്ചോണ്ട് അവർ ഈ ലോറി വന്ന് നമ്മൾ തന്നെ പിടിച്ച് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. അവൻ പറയുമോ കള്ളം പറയുമോ ഞാൻ കിടക്കാൻ വന്നാണ്. അന്നേരം നമ്മളത് ചിന്തിക്കുന്നു. പിന്നെ നമുക്ക് മനസ്സിലായല്ലോ നമ്മൾ വെള്ളം മാറി നമ്മൾ ഇവിടെ നിന്നപ്പോ നമ്മൾ തറപ്പിലോ നമ്മൾ ദേശീയ എടുക്കാൻ പോയി പറഞ്ഞാൽ ദൈവമായ തോന്നിപ്പിക്കുന്നതാ ഈശ്വരനെ. ഈശ്വരനാ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈശ്വരൻ നിന്നെ കൊണ്ട് തോന്നിപ്പിച്ചോ. എനിക്ക് ദൈവം കാണിച്ചു തന്നിട്ടുണ്ട് അതിന്. അപ്പൊ ഈശ്വരൻ നമ്മളെ ദേശീയമായിട്ട് അവിടെ പോയി നിന്നപ്പോ നമ്മളെ വെച്ച് 2 ദിവസം കൊണ്ട് നല്ല പനി വെള്ളയായി കളത്തൊക്കെ ചേരുവാന്ന് കളത്തൊക്കെ ഇങ്ങനെ കളത്തിന്റെ കളത്തില്ല. ഇവിടെ ഒന്നും അനുസരിച്ച് കളത്ത് വരുന്നത്. ഇപ്പം നമ്മുടെ CCTV ക്യാമറയ്ക്കകത്ത് നീല കളറാ. മണ്ണിലൊക്കെ ഏതാണ്ട് പോരാ. അങ്ങനെ ആ ജേസി എന്ന് പറയുന്നത് പറഞ്ഞു കൂടെ അത് വെളുത്ത് ഇപ്പൊ ആ കളപ്പെല്ലാം മാറി അവരും പറയുക. അപ്പോഴാ ഇവിടെ വരുമ്പോ പിന്നെ വെള്ളം ഇല്ലാതിരിക്കുക. നമ്മൾ അടിച്ചിട്ടിട്ട് പോയാലും വെള്ളം കാണാതിരിക്കുക. ടാങ്കില്
നമ്മളിവിടുത്തെ ഇവിടെ വന്ന് ഏറ്റി നിന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ. അപ്പൊ വരുമ്പോഴേക്കും വെള്ളം കാണത്തില്ല, വെള്ളം എല്ലാം ഒഴിച്ചിട്ടാവുക. ഫുള്ളടിച്ചിട്ടിരിക്കുന്ന വെള്ളം വീടിങ്ങനെ എടുക്കാൻ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ വെള്ളം ഇല്ലാതിരിക്കുക. അങ്ങനെ നമ്മൾ നോട്ടീസ് ചെയ്ത് പലപ്പോൾ ഇതെന്താ ഇങ്ങനെ എന്നാ ക്യാമറ എല്ലാവരും വെച്ചിട്ടുണ്ടോ ഒന്നിനെയും കാണാനുമില്ല. അപ്പൊ പലർക്കും ഇങ്ങനെ പോയിട്ടുണ്ട് ക്യാമറ കാണാത്ത രീതിയിലൊക്കെ അന്ന് ക്യാമറ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള കയറി പല പല പരിപാടികളാണ് ഇവിടെ നടത്തുന്നവന്മാര്. ഇതിപ്പോ നമ്മളെ അകത്തായിരിക്കും, അതിനൊക്കെ ഇപ്പൊ ഓഫ് ആക്കുക. ഓഫ് ആക്കൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഇന്നും ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പല പല പരിപാടികളാണ് ഇവന്മാര്. ഇന്നും ഓഫ് ആക്കി. ഇപ്പൊ കൊണ്ട് ഓഫ് ആക്കി ഇടയ്ക്ക്. അപ്പൊ നമുക്ക് നമ്മൾ ഇന്നത് കാണാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ പല പല പരിപാടികളാണ് ഇവന്മാരുടെ പരിപാടികളെ. ഇതൊക്കെ ഇപ്പൊ മറ്റേ വെളിയിൽ ഇറങ്ങി പോയിട്ടുണ്ട് ഇങ്ങനെ പല പരിപാടി. ഇത് നടക്കുക ഇങ്ങനെ കുറെ അവന്മാർ നമ്മളെ ഇങ്ങനെ ഇതാക്കാനായിട്ട്. ഇവരൊക്കെ ആരാണോ മനസ്സിലാവുന്നത്? ഇവരെവിടെ പോകാൻ ആൾക്കാർ ഇനിയൊന്നും നടക്കുക? ഇവരാരാ ഇതിങ്ങനെ നടക്കുന്നത്? എന്തോ എടുക്കാനോ ഇങ്ങനെ പണിയാൻ നടക്കുക ഇങ്ങനെ? ഒരുങ്ങിട്ടൊക്കെ പോണ പോക്കൊക്കെ കാണും. ഇവന് ആരെന്ന് പറയണ്ടാ ഞാൻ നടക്കില്ല. അയ്യോ അഭിനയിച്ച് നടക്കുക എന്നിട്ട് കേട്ട കഴിയുമ്പല്ല ആ ഓർമ്മ വാങ്ങി തിന്നമ്മേ. 2-3 നാളെ തിന്നരുതോ? അയ്യോ എന്നാമേ എന്തോ നല്ല തണുപ്പ്. മഴ ഇന്നലെ എന്തുമാത്രം